നമ്മൾ ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ ഫോട്ടോസുകൾ സെർച്ച് ചെയ്യാറുണ്ട്. ഏതെങ്കിലും വെബ്സൈറ്റുകൾ, അനാവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ കയറി നമ്മൾ അനാവശ്യമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്ന ആളുകളുണ്ടാകും. അങ്ങനെ നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെറ്റിങ്സാണ്. ഈ 2 സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെ അവർ ട്രാക്ക് ചെയ്യും. നിങ്ങൾ ഡാറ്റ അവർ സേവ് ചെയ്യുകയും അത് വെച്ച് നിങ്ങൾക്ക് പരസ്യം തരികയും നിങ്ങൾ ഡാറ്റ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ ബിസിനസ് ആക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ ഡാറ്റ ഇത്തരത്തിൽ ഷെയർ ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ അനാവശ്യ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ കൂടുതൽ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇന്നത്തെ ഇവിടെ 2 സെറ്റിങ്സ് പരിശോധിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ അനാവശ്യ വീഡിയോകൾ കാണണം എന്ന് പ്രചോദനം ചെയ്യുന്ന വീഡിയോ അല്ല, നിങ്ങളുടെ പ്രൈവസി എങ്ങനെ സേഫ് ആക്കുക എന്ന് കാണിച്ചു തരികയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും ഗൂഗിളിലൂടെയാണ് സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോമിനകത്ത് ഏറ്റവും മുകളിൽ ഇവിടെ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെൻഡ് എ ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങളുടെ ഡു നോട്ട് ട്രാക്ക്, നിങ്ങൾ ട്രാക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ഫോളോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഡാറ്റകൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി ഈ ഭാഗം നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഇത് ഗൂഗിൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നോ നോ പ്രൊട്ടക്ഷൻ എന്നോ ഈ 2 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് നേരെ ഏറ്റവും മുകളിൽ കാണുന്ന എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്തേക്ക് ആക്കി വെക്കണം. ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെ ബ്രൗസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏത് വെബ്സൈറ്റിൽ കയറുന്നുണ്ടെങ്കിലും നിങ്ങളെ സേഫ് ആക്കുന്ന കാര്യം ഗൂഗിൾ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡാറ്റകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ റീഡയറക്റ്റായിട്ട് മറ്റേതെങ്കിലും നിങ്ങൾ ഹാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകും. അത് സേഫ് ആക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ആ പണി ചെയ്തോളും. അപ്പോൾ ഈ 2 സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.